ഇങ്ങനെ നന്നായി പാടാൻ പറ്റിയില്ലേ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. പക്ഷെ നമുക്ക് ആ ഗോൾഡൻ ബസ് കിട്ടിയില്ല അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഈ ഒരാഴ്ച പാടിയതിന്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് മഞ്ജരി തുടങ്ങിക്കോളൂ. ശ്രീകുട്ടി ഇന്ന് തിളങ്ങാണ് ശരിക്കും. നല്ല തിളക്കുള്ളൊരു പാട്ടും എടുത്തോണ്ട് വന്നു. സൂപ്പറായിരുന്നു. ചേച്ചി. എസ്പെഷ്യലി ഞാൻ നേരത്തെ ആശ ചേച്ചിയുടെ ഈ ഒരു ഇപ്പത്തെ ഈ മാലയും കമ്മലും ഒക്കെ ഞങ്ങക്ക് തന്നു തുടങ്ങിയതിന് ശേഷം ഇപ്പം എല്ലാവരുടെയും മാലയും കമ്മലും നോട്ടം നല്ല തിളക്കുള്ള വളയും കമ്മലും എല്ലാം അപ്പം ഭംഗിയായിട്ടുണ്ട് കാണാൻ. നല്ല ഒരു എപ്പോഴും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബാബുരാജ് മാഷിന്റെ ഒരു പാട്ട്. മാഷിന്റെ പേര് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ് തളിരിട്ട കിനാക്കൾ. അസലായിട്ട് പാടി ശ്രീകുട്ടി. എനിക്ക് തോന്നിയത് കുറച്ചൊരു പരിഭ്രമം പോലെ തോന്നി. തുടക്കവും എല്ലാ സാധനവും തുടങ്ങാൻ ഒരു ടെൻഷൻ ഉള്ളില്. ഫ്ലോറിന്റെ പ്രശ്നമാണ്. ഇതേ ഫ്ലോറിൽ തന്നെ പാട്ടുപാടി വിജയിച്ച ആളല്ലേ? അല്ല, ഇവിടെ അല്ലേ നിന്നിട്ട് ഗോൾഡൻ ചെയർ അടിച്ചു. അന്ന് കൂടെ ആളുണ്ടായിരുന്നു, ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക്. കൊറേ എനിക്ക് തോന്നിയത് സംഗതികള് കുറച്ച് എക്സ്ട്രാ വന്നതുപോലെ തോന്നി. ഈ വിറയല് കാരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് ഞാനൊക്കെ ഗസൽസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗ സ്കെയിലാണ്. അപ്പം रंजिश ही सही दिल ही दुखाने के लिए रंजिश ही सही दिल ही दुखाने के लिए रंजिश ही आज जान की जिद ना करो